ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് മാത്സ് എക്സാമിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇമ്പ്രൂവ്മെൻറ്റ് വെച്ചാൽ +1 മാത്സ് കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എക്സാം എഴുതിയവർ പറയണേ. അപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം +1 എഴുതിയ മാത്സ് പേപ്പറിനെക്കാട്ടി സിമ്പിളല്ലൊരു പേപ്പറായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചവർക്ക് ഏകദേശം ഫുൾ മാർക്കും നല്ല മാർക്സൊക്കെ മേടിക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള പേപ്പർ. അപ്പം ഞാൻ ശരിക്കും കൂടുതൽ കുറേ ചാപ്റ്റേഴ്സ് ഇന്നലെ രാത്രി മുതലേ ഒരു ഈവനിങ് മുതലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 2 ദിവസം ഓരോ കുറച്ച് പോർഷൻസ് മാത്രം ഓരോ ചാപ്റ്റർ പഠിച്ച് അങ്ങനെയായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ മര്യാദ എല്ലാതും പഠിച്ചിട്ട് പോയി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുക ആൻസേഴ്സൊക്കെ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഫസ്റ്റത്തേൽ നമ്മൾ സെറ്റ് എ തന്നിട്ടുണ്ട്, എന്നിട്ട് സെറ്റ് ബിൽഡ് ഫോമിൽ എഴുതാൻ. അപ്പം തന്നിട്ടുള്ള സെറ്റ്സൊക്കെ n² ഫോർമാറ്റിലാണല്ലോ, ഓരോ സ്ക്വയറിൻ്റെ പവേഴ്സാണല്ലോ. അപ്പം n² അങ്ങനെ എഴുതിയിട്ടുണ്ട്. മറ്റേ എക്സ് സച്ച് ദാറ്റ് എക്സ് =n². പിന്നെ ആ n ഏതൊക്കെയെന്ന് ജസ്റ്റ് 1 to 10 വരെ അത് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം എനിക്ക് ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ തോന്നുന്നു. പിന്നെ രണ്ടാമത് സബ്സെറ്റ്സ് എഴുതാൻ, അതെന്തായാലും 8 ഐറ്റംസ് ഉണ്ടായിരിക്കും, 8 ഇതാക്കി എഴുതാനുണ്ടാവും, സെറ്റ്സാക്കി എഴുതുന്നുണ്ടാവും. അപ്പോൾ സബ്സെറ്റ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തിൽ ഡിഗ്രി മെഷർ 4π/3 ആണ്, അത് 240 ഡിഗ്രി അങ്ങനെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ തന്നെ ബി ക്വസ്റ്റിന് cos x നമുക്ക് -3/5 തന്നിട്ടുണ്ട്, അത് 3rd ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ sin x ഉം tan x ഉം കണ്ടെത്താനാണ്. അപ്പോൾ sin x മറ്റേ 3:4:5 എന്നുള്ള റേഷ്യോയിലാണ് വരുന്നത്. അപ്പം sin x-ൻ്റെ വാല്യൂ -4/5 ഉം tan x-ൻ്റെത് sin x/cos x ആണ്. അപ്പം 4/3 ആൻസർ കിട്ടും. പിന്നെ 3rd ക്വസ്റ്റ്യൻ സോൾവ് ദി ഇനിക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ എനിക്കത് ചെയ്ത് വന്നപ്പോൾ ഒരു -3/5 അങ്ങനെ എന്തോ കിട്ടിയ തോന്നുന്നുണ്ടോ. അപ്പോൾ അതങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സൊല്യൂഷൻ നമ്മൾ റിയൽ ലൈനിൽ ചെയ്യാൻ, അപ്പോൾ അതും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 4th ക്വസ്റ്റ്യന് ഹൗ മെനി 4 ഡിജിറ്റ് നമ്പർ ക്യാൻ ബി തന്നിട്ടില്ല, 1 to 9 വെച്ച് ചെയ്യാൻ പറ്റും, റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് എന്നാണ്. അപ്പോൾ 9 × 8 × 7 × 6 അത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടും. പിന്നെ അതിലത്തെ രണ്ടാമത്തെ തന്നെ ഇവാലുവേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് n-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, r-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും 9 എന്നിട്ട് ആൻസർ കിട്ടും. പിന്നെ 5th ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് എസ് എ പോയിന്റ് ഇൻ ദി 7th octant. അപ്പം 7th octant 3 ആക്സിസ്ക്കും നെഗറ്റീവാണ്. അപ്പോൾ ആൻസർ വന്നിട്ടുള്ള ഡി ആണ് ഓപ്ഷന്. അപ്പോൾ -2, -2, ആണ് ആൻസർ. പിന്നെ രണ്ടാമത്തത് ഡിസ്റ്റൻസ് കാണാൻ 2 പോയിന്റ് തമ്മിലുള്ള മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഒരു √126 അങ്ങനെ എന്തെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 6th ക്വസ്റ്റ്യന് സെൻറ്ററും റേഡിയസും കാണാൻ സർക്കിളിൻ്റെ മറ്റേ ഇക്വേഷനാണ് x² + y² + 2gx + 2fy - c = 0. ആ ഒരു ഇക്വേഷൻ്റെ ബേസിസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത് 2,4 റേഡിയസ് √65 കിട്ടേണ്ടത്. ഫസ്റ്റിന് ഒക്കെ എഴുതി √65 എഴുതി, പിന്നെ ഒരു മൈനസ് കുറച്ചിട്ട് എഴുതിയപ്പം 5 ആൻസർ കിട്ടി. പക്ഷേ അവിടെ മര്യാദയ്ക്ക് എഴുതി വെട്ടി ആൻസർ ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു മാർക്ക് അങ്ങനെ വെറുതെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സെക്ഷനിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് 7th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ലിമിറ്റ് x → 0 tan 2x/x. അപ്പോൾ നമുക്ക് റിസൾട്ട് ഡയറക്റ്റ് ആയിട്ടുണ്ടല്ലോ, tan x/x = 1 എന്ന് കിട്ടും. അപ്പം സെയിം ഒരേപോലെ ആക്കിയാൽ 1 × 2 = 2 എന്ന് ആൻസർ കിട്ടും ഫസ്റ്റത്തേൻ്റെ. പിന്നെ പ്രൂഫ് ദാറ്റ് ആണ്, അത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലെങ്കിൽ എന്തൊക്കെ കട്ടി വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഒരു മാർക്കുള്ള സാധ്യത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുവരെ പറഞ്ഞപ്പം 5, 6, 7 ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് എല്ലാതും ഇതാണ് അറിയില്ല, എന്നാലും ഏതിലൊരു കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇനി ആൻസർ എഴുതിയതൊക്കെ റെഡിയാണോ എന്ന് ആൻസർക്ക് കണ്ടാലേ അറിയാം. എന്നാലും പക്ഷേ കുഴപ്പമില്ല, ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്, അത്യാവശ്യം എഴുതിയ ഇതുണ്ടല്ലോ. പിന്നെ 9th ക്വസ്റ്റ്യൻ വന്നിട്ട് വീണ്ടും സെറ്റ് ബിൽഡ് ഫോമാണ്. നമുക്ക് റിയൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇൻ്റർവെലാണ് തന്നിട്ടുള്ള -1,2. അപ്പം മറ്റേ നമുക്ക് എഴുതാറിയാലോ, മറ്റേ x such that x belongs to r. പിന്നെ എന്തായിരുന്നു -1 < x < 2 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ A യൂണിയൻ B അത് കണ്ടു, A' B'. പിന്നെ വെരിഫൈ ചെയ്യാനും, അത് വെരിഫൈ ചെയ്ത് എന്നിട്ട് അതിൻ്റെ സെറ്റ് ഇട്ടുന്ന 2,4 അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ 10th ക്വസ്റ്റ്യൻ വന്നിട്ട് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ f(x) = 2 - mod x. അപ്പോൾ വരച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഡൊമൈനിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന റിയൽ നമ്പേഴ്സും റേഞ്ച് -2 to ∞ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 11th ക്വസ്റ്റ്യൻ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയതായിരുന്നു. പെട്ടെന്ന് സ്പീഡിൽ ജസ്റ്റ് ടൈം ഉണ്ടായിരുന്നു എനിക്ക് എല്ലാതും എഴുതിക്കേണ്ടി നോക്കാൻ, എന്നാലും പെട്ടെന്ന് ഒരു ഹറിബറിയായിട്ട് ആ ഒരു ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ആൻസർ ഞാൻ എഴുതിയതിൽ 1 + 7i അങ്ങനെ എന്തോന്നും കിട്ടിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അത് 4 + 3i/25 അങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ 12th ക്വസ്റ്റ്യൻ വന്നിട്ട് ചെറിയ ഡൗട്ടിലുണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയതായിരുന്നു. അപ്പം ആൻസർ ഞാൻ പറയാം, ടോട്ടൽ അതായത് 1 × 48 = 48 കിട്ടിയില്ല. നമ്മൾ കോമ്പിനേഷൻ വെച്ച് തന്നെ എഴുതണം. അതായത് 4c4 × 48c1 തന്നെ എഴുതിയിട്ടില്ല. അതായത് 1 × 48 = 48 അതാണ് എൻ്റെ ആൻസർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ശരിയാണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ അത് രണ്ടാമത്തത് നമ്മൾ n-ൻ്റെ വാല്യൂ കാണാൻ 17 കിട്ടും. അതായത് a + b ആഡ് ചെയ്താൽ 9 + 18 = 17 ആണ്. അപ്പം n
17 നമുക്ക് ആൻസർ കിട്ടും. പിന്നെ 13th ക്വസ്റ്റ്യന് നമുക്കൊരു സ്ലോപ്പും പോയിൻ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കാണാം. പിന്നെ ഇക്വേഷൻ ചെറുതാക്കി പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. x - 4y + 14 = 0. അത് ആ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ ഡിസ്റ്റൻസ് കാണാനായിരുന്നു. അപ്പോൾ അതും ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ കിട്ടും. അപ്പോൾ 3/5 എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. പിന്നെ 14th ക്വസ്റ്റ്യൻ നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷനാണ്. അതും മാച്ച്ഡ് ആക്സിസ് x ആക്സിസ് ആയിട്ടാണ് വരുന്നത്. അപ്പം സിമ്പിളായിട്ട് ചെയ്താൽ അപ്പം ആൻസർ എന്ത് ചെയ്യുന്നു, x² / 169 + y² / 144 = 1 അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 15th ചെറിയൊരു ഡൗട്ട് ഉണ്ട്, പക്ഷേ ടോട്ടൽ ഫൈനൽ ആൻസർ ഞാൻ പറയാം. എനിക്ക് 40 × √6 അങ്ങനെ എന്തോ കിട്ടിയിട്ടില്ല. പിന്നെ 16th ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് P(a) P(b) തന്നിട്ടുണ്ട്. അത് വെച്ചാൽ ബാക്കിയുള്ള കാണാനായിരുന്നു. അത് നല്ല രീതിക്കും ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റ് സെക്ഷൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരെ തല തിരിച്ചിട്ട് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനൊക്കെ എഴുതിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് വരുന്നത്. കാരണം എനിക്ക് ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതേപോലത്തെ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ കുറച്ച് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാണ്ടാവില്ല. അപ്പോൾ അത് ലാസ്റ്റ് ഇനിയിപ്പോൾ അഥവാ സമയമില്ലാതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര മിസ്റ്റേക്ക് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അതൊക്കെ ചെയ്തു. അങ്ങനെ 17th ചെറിയ ഡൗട്ടുള്ളതുകൊണ്ട് ഞാൻ എയും ബിയും എഴുതിക്കണോ അറിയത്തില്ല. അതിൽ എ മാത്രമേ എഴുതിയിട്ടുള്ളൂ, അത് തെറ്റാവുന്നുണ്ട്. പിന്നെ 18 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അതിൽ ജോമെട്രി പ്രോഗ്രഷൻ എത്രാമത്തെ ടേമായിട്ട് വരും എന്നാണ്. അപ്പം 7 കിട്ടിയിട്ടില്ല ആൻസർ. പിന്നെ സമ്മ് അത് ചെയ്ത് പഠിച്ചൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ 3 ഡിജിറ്റ്സ് ഇൻസേർട്ട് ചെയ്യാണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 4, 16, 64 ആണ്. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് tan x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പം tan x ആൻഡ് ഡെറിവേറ്റീവ് 6² നമുക്ക് +2 അറിയുന്നത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി ആ ഒരു പ്രിൻസിപ്പിളൊക്കെ യൂസ് ചെയ്തിട്ട് ആ രീതിക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ dy/dx അതിൽ ഫൈനൽ ആൻസർ 2 cos x വരാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ മറ്റേ എന്തായിരുന്നു sin² x + cos² x = 1. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു -1 എഴുതിയിട്ടില്ല. അപ്പം ചിലപ്പം 2 മാർക്കല്ല. അപ്പം ആദ്യം അതായത് പ്രൊഡക്റ്റ് റൂളൊക്കെ വെച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മാർക്ക് കിട്ടണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ 20th ദിവസം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ക്വസ്റ്റ്യൻ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ജസ്റ്റ് ലാസ്റ്റ് ഒരു മണിക്കൂർ പോകേണ്ട ഒരു മണിക്കൂർ മുന്നേ എവിടത്തൊക്കെ ഈ ബുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്കായിരുന്നു സ്കൂളിലത്തെ. അപ്പോൾ ഇത് കണ്ടെത്തി അങ്ങനെ ജസ്റ്റ് ഇക്വേഷനൊക്കെ നോക്കി പോയതായിരുന്നു. ഏതൊക്കെ പഠിക്കുന്നത് പോലും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ 2-3 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയപ്പം കൂടുതൽ ഈ ഒരു ഭാഗം തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പം ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ള ആ ക്വസ്റ്റ്യനും എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇത് ചെയ്ത് വന്നപ്പം നല്ല ശ്രദ്ധയോടെ ചെയ്യണമല്ലോ. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ എവിടെയോ √201 ഞാൻ മുന്നേ എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ എവിടെയൊക്കെ കേട്ട പോലെ കണ്ട പോലെയൊക്കെ തോന്നി. അപ്പോൾ എന്തായാലും വീട്ടിൽ നോക്കുമ്പോൾ ആൻസർ ശരിയാണ് അതിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് മാത്സിൻ്റെ ആൻസറിൽ എഴുതിയിട്ടുള്ളത്. ഇനി ആൻസർക്ക് വന്നാൽ ഏകദേശം എങ്ങനെയൊക്കെ മാർക്ക് കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് +1 70 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. 80ൽ 2 മാർക്കിന് A+ പോയി. അപ്പോൾ അത് തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം എഴുതിയതായിരുന്നു. അപ്പം പക്ഷേ A+ ആൻഡ് അതിൽ എബോവ് മാർക്ക് കിട്ടുന്ന ചെറിയൊരു വിശ്വാസമുണ്ട്. കാരണം കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇമ്പ്രൂവ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ബയോളജി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ബയോളജി എന്നൊക്കെ. അപ്പോൾ അതിലൊക്കെ ഒരു വിശ്വാസമില്ല. കാരണം ഞാൻ 4 മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സമയം കുറവായതുകൊണ്ട് ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കാനും പറ്റിയില്ല. പക്ഷേ എഴുതിയാൽ സുവോളജി ഫുള്ള് കിട്ടുന്നൊരിതുണ്ട്. പക്ഷേ ബോട്ടണി ഒരു 5-6 മാർക്ക് കള്ളി ഉണ്ടായിരിക്കും. അപ്പം എനിക്ക് ഫസ്റ്റ് കിട്ടിയ മാർക്കിനെ ആയിരിക്കുമല്ലോ ഹയസ്റ്റ്. അപ്പം ബയോളജി കിട്ടില്ല, 100% ഉറപ്പുണ്ട്. പക്ഷേ മാത്സ് കിട്ടുന്ന എവിടെയൊക്കെ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ എക്സാംസ് ഈ ഒരു മാത്സ് എഴുതിയിട്ടുള്ളവർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. അതായത് ഇനി ഏതെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് ഇംഗ്ലീഷ് എക്സാം മാത്രമേ ഉള്ളൂ നമ്മൾ +2കാർക്ക്. അപ്പോൾ അത് എഴുതുന്നവരുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു.